എല്ലാവർക്കും നമസ്കാരം. നീർത്ത കണ്ണീരോടെ നിങ്ങളോടുള്ള ദൈവത്തിന്റെ ഒരു സന്ദേശമാണിത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരൊറ്റ വാക്ക് ദൈവം ഇതിലൂടെയാണ് നൽകുന്നത്. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ ഓർക്കൂ. അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഓം നമഃ ശിവായ എന്നെഴുതൂ. ഒന്നാമതായി, വേദനയുടെ മറുവശം. നിങ്ങൾ കടന്നുപോയ വേദന ആരുടെയും മനസ്സിലാവാത്ത ആന്തരികമായ വിഷമങ്ങൾ. ഇത് ഒരന്ത്യമല്ല. ഇത് നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഉത്തരം എത്തുന്ന ഒരു തുടക്കം മാത്രമാണ്. ഭാഗ്യങ്ങൾ നിങ്ങൾക്കതിലേറെ വൈകുന്നു. സന്തോഷം കണ്ടാലും അതിനെ പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയുന്നില്ല. ഇത് ദൈവം പരിഗണിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കാവശ്യമുള്ള ആ മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. രണ്ടാമതായി, പുതിയ ആരംഭങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ആളുകൾ കടന്നുവരും. നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളോടൊപ്പം നടക്കാൻ തയ്യാറുള്ള സ്നേഹബന്ധങ്ങൾ. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ വരണമെന്ന്. അത് സുഹൃത്തായാലും പങ്കാളിയായാലും ആ ബന്ധം വളരെ സമീപമാണ്. നിങ്ങളെ ഒരു കാലത്ത് ഉപേക്ഷിച്ചവർ, അവർ തിരിച്ചു വരാനാണ് സാധ്യത. മൂന്നാമതായി, ദൈവമാറ്റം പ്രാരംഭം. നിങ്ങളുടെ ധനപരമായ ബുദ്ധിമുട്ടുകൾക്കും മനസ്സിലുള്ള ആശയക്കുഴപ്പങ്ങൾക്കും ദൈവം ആ അവസാനം കുറിക്കുന്നു. നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഐശ്വര്യത്തിന്റെ വാതിൽക്കൽ തുറക്കുന്നു. ഇതുവരെ നിങ്ങൾക്ക് ലഭിക്കാതെ പോയ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കാണ് എത്തിച്ചേരുന്നത്. പലതവണ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഉപേക്ഷിച്ച് മറ്റുള്ളവർക്കായി നിലകൊണ്ടു. പക്ഷേ ഇനി ദൈവം നിങ്ങളെ മുൻ പരിഗണനയിൽ ഉൾപ്പെടുത്തുന്നു. നാലാമതായി, മനസ്സിന്റെ ശാന്തത. നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന ആ ആശങ്ക, വിഷാദം, വിഷമം, ഇത് എല്ലാം വിട പറയാൻ പോകുന്നു. നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ചില ദൃഷ്ടിദോഷങ്ങളും തെറ്റായ ഊർജങ്ങളും അകന്നു പോകുന്നു. നിങ്ങൾക്ക് അതിനുള്ള ദൈവം നൽകുന്ന സന്ദേശം: നിനക്ക് ഇനി മനസ്സിന്റെ ശാന്തത ലഭിക്കും. ഇതാണ് ദൈവം നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. ദൈവം നിങ്ങളുടെ ഉള്ളിലെ ശക്തി ബലപ്പെടുത്തുന്നു. നിങ്ങളാണ് ധൈര്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകം. അഞ്ചാമതായി, ദൈവസഹായം തീർച്ച. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട്. ഇത് വെറുമൊരു ആശ്വാസനമല്ല, ഒരു ഉറച്ച ഉറപ്പ് കൂടിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നീണ്ട നാളായി പ്രതീക്ഷിച്ചിരുന്ന ആ നേട്ടങ്ങൾ ഒന്ന് പിന്നാലെ ഒന്നായി ഓരോ കാര്യമായി നിങ്ങൾക്ക് എത്തിച്ചേരുന്നു. നീ ഒന്ന് മാത്രം ചെയ്യൂ, വിശ്വസിക്കൂ. നീ ദൈവത്തിൽ പൂർണ്ണമായി ആത്മസമർപ്പണം ചെയ്യൂ. നീയും ഞാൻ ഒന്നിച്ചാണ് ഈ സന്ദേശം കേൾക്കുന്നത് എന്നതിനർത്ഥം ദൈവം ഈ സന്ദേശം നിങ്ങൾക്കായാണ് എത്തിച്ചേർത്തത്. എല്ലാം മാറും. നിന്റെ കണ്ണീർക്ക് മറുപടിയായി ദൈവം കാത്തിരിക്കുന്നത് വലിയൊരു അത്ഭുതമാണ്. അതിന്റെ ദ്വാരം ഇപ്പോൾ തുറക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്.
കമന്റ് ബോക്സിൽ എഴുതൂ, നിനക്കായി ഞാൻ കാത്തിരിക്കുന്നു ദൈവമേ എന്ന്. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ. ഒരു വാക്ക് കമന്റായി രേഖപ്പെടുത്തൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.